യശംസിയായി സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയിൽ ചേർന്ന് ജപമാല ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പ്രത്യേകം പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധ അമ്മയോട് നമ്മൾ ചെല്ലുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ മനോഹരമായ പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം? നമുക്കറിയാം, സ്വർഗത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ജീവിതത്തിൽ നിറവേറിയവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയിലാണ് സ്വർഗത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറി കിട്ടുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണമേ. സ്വർഗം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവൻ്റെ അച്ചാരമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ എല്ലാം പരിശുദ്ധ അമ്മയാണ് ആദ്യം സ്വന്തമാക്കിയത്. അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ജീവിതത്തിൽ നിറവേറിക്കിട്ടിയ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിറവേറി കിട്ടുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന്. നമുക്കറിയാം, ദൈവം നിരവധിയായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കൽ തരുമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്കിത് കിട്ടുമെന്ന് വിശ്വസിച്ച് നമ്മൾ കാത്തിരിക്കണം. ഈ ദിവസങ്ങളിൽ ഒരു അമ്മച്ചി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഇരുന്ന ഇടവകയിലെ അമ്മച്ചിയാണ്. അവർക്കൊരു 5 സെൻറ്റ് സ്ഥലം മാത്രമാണുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വീട്ടിൽ ചേർന്ന് കിടക്കുന്ന ഒരു 10 സെൻറ്റ് സ്ഥലം കൂടി ഈശോ നിങ്ങൾക്ക് തരും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചി ഈ ദിവസങ്ങളിൽ വിളിച്ച് പറഞ്ഞ കാര്യം അതാണ്. ആ 10 സെൻറ്റ് സ്ഥലം കൂടി ഈശോ ഞങ്ങൾക്ക് തന്നച്ചാൽ ഞങ്ങളത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ ദൈവം അവർക്ക് നൽകിയൊരു വാഗ്ദാനമാണ്. ഭൗതികമായൊരു സമൃദ്ധി, സമ്പത്ത് നിങ്ങൾക്ക് നൽകും. അതവർ വിശ്വസിച്ച് കാത്തിരുന്നു. ക്ഷമയോടെ, ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോ നൽകിയിരിക്കുന്ന നിരവധിയായ വാഗ്ദാനങ്ങളുണ്ട്. വാഗ്ദാനങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാൻ, ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം, പ്രാർത്ഥന നമുക്ക് അപേക്ഷിക്കാം. കൂട്ടായിരിക്കാം, തുണയായിരിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ കൂടി പ്രാർത്ഥിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക്